ഹേ ഗായ്സ്, അപ്പോൾ ഒരു ഗെയിം കളിച്ചാലോ? ഒരു ഐക്യ ക്വസ്റ്റ്യൻ കേട്ടോ ഗെയിം. അപ്പോൾ ഞാനും അങ്കും ആൻറ്റിയും, അങ്കു പറയണത് മാമൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ, ഞങ്ങൾ മൂന്നാളും പാടെ, എല്ലാവരും അല്ല ഞങ്ങൾ മൂന്നാളും പാടെ ഒരു ഗെയിം ചലഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഗെയിം കളിക്കുക. ഒരു അടിപൊളി ഗെയിമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ ഒരു കള്ളൻ ജയിൽ ചാടാൻ തീരുമാനിച്ചു. അവൻ രക്ഷപ്പെടാനായി ഒരു തുരങ്കമുണ്ടാക്കി. വഴിയിൽ വെച്ച് കഴിക്കാനായി അവൻ ഹോട്ട് ഡോഗ്സും കൈവശം വെച്ചിരുന്നു. അവനുണ്ടാക്കിയ വഴിയിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങി. വഴിയുടെ അവസാനം അവൻ 3 വാതിലുകൾക്ക് മുന്നിലെത്തി. ഒന്നാമത്തെ വാതിലിനുള്ളിൽ അതിശക്തനായ ഒരു പോലീസ് ഓഫീസറാണുള്ളത്. അവൻ ആ വാതിൽ തുറക്കുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർ കള്ളനെ കീഴ്പ്പെടുത്തി തിരികെ ജയിലിൽ കൊണ്ടുപോകും. രണ്ടാമത്തെ വാതിലിനുള്ളിൽ ഒരു ജയിൽ പുള്ളിയുടെ പ്രേതമാണുള്ളത്. അവൻ ആ വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ പ്രേതം അവനെ കൊന്ന് അവന്റെ രക്തം കുടിക്കും. മൂന്നാമത്തെ വാതിലിന് പിറകിൽ ജയിലിലെ ഏറ്റവും ശൗര്യമുള്ള നായയാണുള്ളത്. ഞാൻ പറയാ പട്ടിയുള്ളത്. ബുദ്ധി അതില്ലെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള പോട്ടെ, അങ്ങനല്ലേ ഒന്ന് പറഞ്ഞല്ലേ പുറത്തു പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്താ പറയണേ? ഇതിലേത് വഴി കൂടിയാണ് ആ കള്ളം പുറത്തേക്ക് പോവാ? പോലീസാണ്. ഓക്കെ, എന്തുകൊണ്ടാ പറയാൻ കാരണം? ഹോട്ട് ഡോഗ് ഉണ്ട് കയ്യിൽ, ഹോട്ട് ഡോഗ് നായ്ക്ക് തിന്നോട്ടു. ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. കള്ളൻ മൂന്നാമത്തെ വാതിൽ തിരഞ്ഞെടുക്കും. അവന്റെ കൈവശം ഹോട്ട് ഡോഗ്സ് ഉണ്ടല്ലോ, അവനത് നായ്ക്ക് നൽകി അതിന്റെ ശ്രദ്ധ മാറ്റും. എന്നിട്ട് മൂന്നാമത്തെ വാതിലൂടെ രക്ഷപ്പെടും. മനുവിന് ഒരു കാർ ഓടിക്കാൻ ആഗ്രഹം തോന്നി. അതുകൊണ്ട് മനു ഒരു കാർ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അയാൾ ഒരു മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ 3 കാറുകൾ കണ്ടു. ഈ 3 കാറുകളും ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ ഇതിൽ ഏത് കാറായിരിക്കും മനുവിന് മോഷ്ടിക്കാൻ എളുപ്പം. ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. സമയല്ല. ഇതിന്റെ ഉത്തരം നോക്കാം. ഒന്നാമത്തെ കാറിന് മുകളിൽ കാരണം മറ്റേ സാധാ കാരണം എന്താ, മറ്റേ ഇതാകുമ്പോ ഫ്രണ്ടിലോട്ടേ പോകത്തുള്ളൂ. ഇനി വളഞ്ഞു തിരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും പോകത്തില്ല. മറ്റേ റിവേഴ്സ് എടുത്താണ് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി നൈസായിട്ട് എക്സ്കേപ്പ് ചെയ്യാം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഞാൻ പറഞ്ഞ കാരണം ഈ കാർ എടുത്താൽ ഈ രണ്ടാമത്തെ ആള് കാണും. നല്ലതായിട്ട് പറഞ്ഞു. കാറിനുള്ളിൽ ഡ്രൈവർ ഉണ്ട്. ആ കാർ മോഷ്ടിക്കുന്നത് മൂന്നാമത്തെ കാർ മോഷ്ടിക്കുന്നത് തുറന്ന് കാർ ഓടിച്ച് രക്ഷപ്പെടും. ഞാൻ വെറുതെ അടുത്ത റെഡിലേക്ക് പോകാം. ബാങ്ക് എക്സിന്റെ മാനേജർ ഇന്നലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇന്ന് രാവിലെ ബാങ്ക് എക്സ് മോഷണം നടന്നു. പോലീസിന് ബാങ്ക് മാനേജറെ കണ്ടെത്താനായി അവർ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ സഹായം തേടി. മെഹുലിന് ആരുടെയോ ഫോൺ വന്നു. അയാൾ ബാങ്ക് മാനേജറുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. മെഹുൽ അവിടെ എത്തിയപ്പോൾ മാനേജറിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. മാനേജർ പറഞ്ഞു, ഇന്നലെ കിഡ്നാപ്പേഴ്സ് എന്നെ ഇവിടെ കെട്ടിയിട്ടു. അവർ എന്നെ കൊണ്ട് ബാങ്ക് ലോക്കറിന്റെ കോഡ് പറയിപ്പിച്ചു. അപ്പോൾ തന്നെ അവർ പോയി, പിന്നെ തിരികെ വന്നിട്ടില്ല. എന്താ മാനേജർ സത്യമാണോ പറയുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. സത്യമാണോ പറയുന്നത്? കാരണം ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ പറഞ്ഞോണ്ടല്ല, 5 അല്ലാതെ പറഞ്ഞത്. പഴണ്ട് എടുത്ത് അതില് പഴണ്ട് എടുത്ത് കഴിക്കാൻ എങ്ങനെ കഴിയും? കിഡ്നാപ്പ് കെട്ടാൻ പറ്റില്ലല്ലോ. പഴണ്ട് എടുത്ത് പഴം അപ്പൊ കയ്യൊക്കെ ഇട്ടിട്ട് എങ്ങനെ കഴിക്കുക? ഓരോരുത്തരോട് ചിത്രം പറഞ്ഞു കഴിച്ചതാണെങ്കിൽ നഗരം പൂർണ്ണമായും ഇരുട്ടിലായി. സന വല്ലാതെ
വെച്ചിട്ടുണ്ട്. അവൾ മുറിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവുമെല്ലാം മോഷ്ടിക്കപ്പെട്ടതായി കണ്ടു. അവൾ ഉടൻ തന്നെ ഇൻസ്പെക്ടർ ഗൺപതിനെ വിളിച്ച് വിവരം അറിയിച്ചു. ഉടൻ തന്നെ ഇൻസ്പെക്ടർ ഗൺപത് അവിടെ എത്തിച്ചേർന്നു. സന പറഞ്ഞു, ഈ പണത്തിന്റെ കാര്യം 3 പേർക്ക് മാത്രമാണ് അറിയാവുന്നത്. ഇൻസ്പെക്ടർ അവരെ ചോദ്യം ചെയ്തു. രോഹൻ പറഞ്ഞു, എനിക്ക് നന്നായി ഉറക്കം വന്നു, കൂടാതെ ലൈറ്റും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു. വേണമെങ്കിൽ എന്റെ റൂമിലെ CCTV ഫുട്ടേജസ് നോക്കാം. റിനു പറഞ്ഞു, എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്, വെളിച്ചമില്ലാത്തതിനാൽ അവൻ വല്ലാതെ പേടിച്ചു, ഞാൻ അവന് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. രാജ് പറഞ്ഞു, വെളിച്ചമില്ലാത്തതിനാൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് പുസ്തകം വായിക്കുകയായിരുന്നു, അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. വന്ന് വിളിച്ചപ്പോഴാണ് കാരണം ആന്റി കാരണം ഇല്ല ഞാൻ പറയാം കഴിഞ്ഞ വർഷമൊക്കെ ആന്റി പറയണ ആന്റിയുടെ അതിനകത്ത് കോൺഫിഡൻസ് നീ കോൺഫിഡൻസ് ഇല്ല നോക്കും അല്ലെങ്കിൽ വണ്ടിയാണ് ஐயோ என்னாய உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப തെളിയിക്കേണ്ട അഞ്ജന മണ്ടി എന്ന് വിളിച്ചത് ഇപ്പൊ ഞാൻ മണ്ടിയാണെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ ഒരു വിശ്വാസമാണ്, എനിക്കത് അപ്പൊ അറിയാ പൊട്ടത്തെയാണ് യെസ് ഓഫ് കോഴ്സ് ഞാൻ പൊട്ടത്തിയാണ്. ആരാ മോഷ്ടിച്ചത് കത്തിച്ചു വെച്ചോളൂ പറയാൻ പാടില്ല. ഓഫ് കോഴ്സ് മറ്റേത് കൊച്ചുണ്ട്, മറ്റേത് CCTV ക്യാമറ ഉണ്ട്. ഞാൻ പറയട്ടെ ഞാൻ രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ അവിടെ കറണ്ട് ഇല്ലായിരുന്നു, എങ്ങനെ ബുക്ക് വായിക്കുക. ഇവിടെ 2 പേരാണ് അതുകൊണ്ട് CCTVയിൽ ഒന്നും കാണാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ രോഹൻ പറഞ്ഞത് കള്ളമാണ്. രാജ് പറഞ്ഞത് പുസ്തകം വായിച്ച് താൻ ഉറങ്ങിപ്പോയി എന്നാണ്. മെഴുകുതിരി നോക്കുമ്പോൾ അതിൽ അല്പം പോലും മെഴുക് ഉരുക്കിയിട്ടില്ല. അങ്ങനെ 2 പേരെയും അടുത്ത വീട്ടിലേക്ക് പോകാം. ചിത്രങ്ങളും ശ്രദ്ധിച്ചു. അത് ഞാൻ 3 ഫോട്ടോ നോക്കിയിട്ടില്ല. 4 കിറ്റ് ചെയ്യാൻ പറ്റില്ല. മനപ്പുറം അല്ലാതെ ബുദ്ധിയില്ലായിട്ടല്ലോ. ഞങ്ങളാ ജയിച്ചത്, ഞാൻ അങ്കും ജയിച്ചത്. അങ്കാണ് കൂടുതൽ മാർക്ക്. ഞാൻ 1 പോയിട്ടുണ്ട്. വേറെ അങ്കുന് ഉണ്ട് ഗൈസ്, കളിയാനുണ്ട്.